നന്മ നേരുമമ്മ വിണ്ണിൻ രാജധന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ നന്മ നേരുമമ്മ വിണ്ണിൻ രാജധന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ ദേവി ദേവി ലോകമാതാ നന്മ നേരുമമ്മ വിണ്ണിൻ രാജധന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. ഈ ഭക്തിഗാനം ഞാൻ പാടാൻ ഒരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു 1996-97 കാലഘട്ടങ്ങളിൽ ഞാൻ കോവി മെഡിക്കലിൽ വർക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. ആ സമയത്ത് പിന്നെ എൻ്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഹാർട്ട് സർജറി ചെയ്യുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സാധാരണ എൻ്റെ അനിയത്തിനെ കാണാൻ വേണ്ടി ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ, അത് ICU ആണ്, ആരിനെ കടത്തില്ല. അപ്പം ഞാനൊന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് എൻ്റർ ആയതായിരുന്നു. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ICUൻ്റെ ഉള്ളിൽ 2-3 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേഷ്യൻ്റെ തൊട്ടടുത്ത് ടേപ്പ് റെക്കോർഡറില്ലേ, പണ്ടത്തെ അല്ല, അതെന്തോ ചെറിയ ഒരു പാട്ട് ഇങ്ങനെ റെക്കോർഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ഈ സോങ് ആയിരുന്നു. നന്മ നേരുമമ്മ വിണ്ണിൻ രാജധന്യ ധന്യ സർവവന്യ ദേവി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ ദേവി ദേവി ലോകമാതാ നന്മ നേരുമമ്മ വിണ്ണിൻ രാജധന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. ഈ പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ പേഷ്യൻറ്റിൻ്റെ കാതിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പീക്കർ വെച്ചിട്ട് ലൈറ്റായിട്ട് ആ സോങ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഈ പേഷ്യൻ്റ് ആരാണെന്നുള്ളത്. അപ്പോൾ ആ പേഷ്യൻ്റ് ആക്ച്വലി ദുബായിൽ നിന്നിട്ട് ഹാർട്ട് പേഷ്യൻ്റ്. അപ്പോൾ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് കേരളത്തിലാണ്. അവരുടെ വീട് എവിടെയെന്ന് എനിക്കറിയില്ല കേട്ടോ, കോഴിക്കോട് കോട്ടയം ആ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ ഹാർട്ട് സർജറി ചെയ്തിട്ട് അവർ നല്ല പ്രഗത്ഭനായ ഒരു ഡോക്ടർ തന്നെയാണ് ഹാർട്ട് സർജറി ചെയ്തത്. പിന്നെ ഒരു മലയാളിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ല ഡോക്ടറാണ്, എല്ലാവരും ഫേമസ് ആയ ഡോക്ടർ. പക്ഷേ എന്തോന്നറിയില്ല, ഒരു കോംപ്ലിക്കേഷൻ ആയി. അപ്പോൾ ആ പേഷ്യൻ്റ് ഒരു കോമ സ്റ്റേജിലായി. പിന്നെ ആ കോമ സ്റ്റേജിൽ നിന്ന് കുറച്ച് വരാൻ വേണ്ടിയിട്ടാണ് അവർ, ഈ ക്രിസ്ത്യൻ പേഷ്യൻ്റാണ്. അതുകൊണ്ട് ഈ പാട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം വരുമായിരുന്നു. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആ പേഷ്യൻ്റ് ഓർമ്മയാണ് വരുന്നത്. 97 98 എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് കണ്ടിന്യൂസ് ആ പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ പിന്നെ സംഭവിച്ചത്, ആ പേഷ്യൻ്റ് കുറേ മാസക്കണക്ക് ICUയിൽ ഇരുന്നിട്ട് പിന്നെ അവർ മരിച്ചു എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. എൻ്റെ അനിയത്തി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർ പറഞ്ഞതാണ്. എനിക്ക് അതുകൊണ്ട് സങ്കടമാണ്. ആ പേഷ്യൻ്റ് എനിക്കിപ്പോഴും ഫേസൊന്നും ഓർമ്മയില്ല കേട്ടോ. ആ റൂമിൽ പോകുമ്പോൾ എനിക്ക് ഈ പാട്ട് എവിടെ റെക്കോർഡ് കേട്ടാലും, യൂട്യൂബിലായാലും ശരി, റേഡിയോയിലായാലും എവിടെ കേട്ടാലും എനിക്ക് ആ പേഷ്യൻ്റ് ഓർമ്മ കരച്ചിലാണ് വരുന്നത് കണ്ണിൽ. അത്രയൊരു സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ഓക്കെ, ഇതേമാതിരി പല അനുഭവങ്ങളും ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാരണം പല അനുഭവങ്ങളുണ്ട്. ഞാൻ ഓരോന്നിങ്ങനെ എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് കേട്ടപ്പോൾ ഒന്ന് ഈ വീഡിയോ ചെയ്യണം തോന്നിയിട്ടോ. എനിക്കാകെ സങ്കടമാണ്. പണ്ടത്തെ ആ 98ൻ്റെ ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്.
ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.